ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇനി നമുക്ക് റോമാലേഖനം 8-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ഇതേ വാക്യം ഓശാനയിൽ നിന്ന് വായിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ജഡത്തോടല്ല കടപ്പാട്, ജഡികമായി ജീവിക്കാനുമല്ല. റോമാലേഖനം 8-ാം വാക്യം NIV നിന്ന് വായിക്കുന്നു. Therefore, brothers, we have an obligation, but it is not to the sinful nature to live according to it. ഈ വാക്യത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ആകയാൽ സഹോദരന്മാരെ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളുടെ പിന്തുടർച്ചയാണ്. നേരത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? റോമാലേഖനം 8:1 പറയുന്നത്, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല. ശിക്ഷാവധി മാറി. ന്യായപ്രമാണത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു, ദൈവാത്മാവിനെ പ്രാപിച്ചു. മാത്രമോ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിൽ നമ്മുടെ മർത്യ ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഇത്രയും വലിയ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ജഡത്തിന് കടക്കാരാകരുത്. ആത്മാവിനെ അനുസരിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കണം. എന്താ അതിൻ്റെ സാരം? ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഒട്ടും അർഹതയില്ലാതിരിക്കെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ, നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ആനുകൂല്യങ്ങൾ സ്വന്തമാക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ ദൈവം നമുക്ക് തരുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. എല്ലാം ഫ്രീ അല്ലേ? ഫ്രീ ആണ്. എത്രമാത്രം ആനുകൂല്യങ്ങൾ, ദൈവത്തിൻ്റെ നിത്യമായ നന്മകൾ നാം അനുഭവിക്കുന്നുവോ അത്രമാത്രം നമുക്ക് ദൈവത്തോട് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വ ബോധവും വേണം. ഉദാഹരണം പറയാം. 1000 കോടി രൂപ ഒരുവന് കടമുണ്ടായിരുന്നു, കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ആ യജമാനൻ ഇവനോട് മനസ്സലിവ് തോന്നി, എല്ലാം ഇളച്ചു കൊടുത്തു. 10 പൈസ പോലും കൊടുത്തു വീട്ടേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ സ്വതന്ത്രനായി. വളരെ സന്തോഷം. പക്ഷേ അവന് നന്ദിയുണ്ട്. ഇനി ആ യജമാനൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കടബാധിതനായിരുന്ന ഈ വ്യക്തി ചെയ്തു കൊടുക്കും. അവനറിയാം ഞാൻ എത്രമാത്രം കടബാധിതനായിരുന്നു, എന്നാൽ എന്നോട് ഇത്രമാത്രം സ്നേഹം കാണിച്ചല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ചോദ്യം ചെയ്യാതെ സന്തോഷത്തോടെ ഞാൻ അനുസരിക്കും. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. മഹാസ്നേഹം ദൈവം നമ്മോട് കാണിച്ചു. ഇത്ര വലിയ രക്ഷ ദൈവം നമുക്ക് തന്നു. ശിക്ഷാവധിയിൽ നിന്ന് നമ്മളെ വിമുക്തരാക്കി, ദൈവാത്മാവിനാൽ നമ്മെ നിറച്ചു, അനന്ത നന്മകളുടെ അവകാശിയാക്കി. അത് അവകാശമാക്കി എല്ലാവരും ദൈവത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. ജഡത്തോട് നമുക്ക് കടപ്പാടില്ല, പക്ഷെ ദൈവത്തോട് കടപ്പാടുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചേ പറ്റൂ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ദൈവത്തിനൊരു സ്വഭാവം ഇവിടെ വ്യക്തമാണ്. ജഡത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തണമെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ജഡത്തെ കീഴ്പ്പെടുത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. നിങ്ങൾ ജഡത്തിനല്ല കടക്കാരാകേണ്ടത്, നിങ്ങൾ ജഡത്തെ അനുസരിക്കാൻ പാടില്ല എന്ന് ദൈവം നമ്മോട് പറയുന്നതിന് മുമ്പ് ജഡത്തെ കീഴടക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ദൈവം തന്നിരിക്കുകയാണ്. ജഡത്തെ കീഴടക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് തന്നതിന് ശേഷമാണ് ദൈവം പറയുന്നത് നിങ്ങൾ ജഡത്തെ കീഴടക്കണം. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ കീഴിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു. അപ്പോൾ ദൈവം ഒരിക്കലും അവരോട് പറയുകയില്ല നിങ്ങൾ പോയി കനാൻ പിടിച്ചടക്കണം, ശത്രുക്കളെ കീഴടക്കണം. അവർ ചെങ്കടൽ കടന്നു. അപ്പോഴും ദൈവം അവരോട് ഉടനെ പറയുന്നില്ല കനാൻ കീഴടക്കണം, യുദ്ധം ചെയ്യണം. കാരണം അവർ ശൈശവാവസ്ഥയിലാണ്. ദൈവം അവരെ ശക്തിപ്പെടുത്തുകയാണ്. മന്ന നൽകുന്നു, സ്വർഗീയ മന്ന, വചനം കൊടുക്കുന്നു, നല്ല നേതൃത്വം മോശയുടെ കീഴിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. ഇങ്ങനെ ദൈവം അവരെ ആത്മീയമായി ശാരീരികമായി എല്ലാം ബലപ്പെടുത്തിയതിന് ശേഷമാണ്, അവരെ സജ്ജരാക്കിയതിന് ശേഷമാണ് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഫറവോൻ അങ്ങനെയല്ല. ഫറവോൻ ആവശ്യപ്പെടുന്നത് ഇഷ്ടിക ഉണ്ടാക്കണം,
ആ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ട മതിയായ മെറ്റീരിയൽസ് നൽകാതെയാണ് എണ്ണം തികയ്ക്കാൻ പറയുന്നത്. ദൈവം അങ്ങനെയല്ല. നമുക്ക് ജയിക്കുവാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും തന്നതിന് ശേഷമാണ് പറയുന്നത്, നിങ്ങൾ കീഴടക്കുവിൻ, നിങ്ങൾ പോരാടി ജയിക്കുവിൻ. എഫേസ്യ ലേഖനത്തിൽ 6 അധ്യായങ്ങളുണ്ട്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. അതിനുശേഷം വിശുദ്ധ ജീവിതം നയിക്കാനും പിശാചിനോട് പോരാടാനും ദൈവം പറഞ്ഞിരിക്കുകയാണ്. ദൈവം ആദ്യം നമ്മെ സജ്ജരാക്കുകയാണ്, അവിടുത്തെ നന്മകളാൽ നിറയ്ക്കുകയാണ്, അവിടുത്തെ വചനത്താൽ, അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കുകയാണ്. അങ്ങനെ പോരാടുവാൻ, കീഴടക്കുവാൻ നമ്മളെ ബലപ്പെടുത്തിയതിനു ശേഷമാണ് പറയുന്നത്, നീ കീഴടക്ക്, നീ ജഡത്തെ കൊല്ല്, നീ ജഡത്തിന് അടിമപ്പെടരുത്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. പത്രോസ് ലേഖനം നമ്മോട് പറയുന്നുണ്ട്, ലോകമോഹങ്ങളെ വിട്ടൊഴിയണം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. പക്ഷേ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകുന്നതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് എന്താ ഒരു കാര്യം പറയുന്നത്? ജീവനും ഭക്തിക്കും വേണ്ടത്, ജീവിതത്തിനും ഭക്തിക്കും വേണ്ടതും ഒക്കെ പ്രദാനം ചെയ്തിരിക്കുക. എന്നിട്ടാണ് പറയുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അല്ലാതെ ജീവിതത്തിനും ഭക്തിക്കും വേണ്ടത് തരാതെ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം എന്നല്ല. ആ ഭാഗം ഒന്ന് വായിക്കാം. പത്രോസ് എഴുതിയ ലേഖനം 2 പത്രോസ് 1:3-4 വാക്യങ്ങൾ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവിതത്തിനും ഭക്തിക്കും വേണ്ടത് ഒക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആദ്യം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുകയാണ്, ഫ്രീ ആയിട്ട് ഇതൊക്കെ തരികയാണ്, ജീവനും ഭക്തിക്കും വേണ്ട എല്ലാം. എന്നിട്ട് പറയുകയാണ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും വേണ്ട എല്ലാം ദൈവം ദാനമായി തന്നിരിക്കണം. അത് തന്നിട്ടാണ് പറയുന്നത് ലോകമോഹങ്ങളിൽ പെടരുത്, വിശുദ്ധ ജീവിതം നയിക്കണം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. റോമാലേഖനം 8-11 വാക്യത്തിൽ ഒരു വലിയ വാഗ്ദത്തമാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആ വലിയ വാഗ്ദാനം തന്നതിന് ശേഷം താഴെ പറയുകയാണ്, നിങ്ങൾ ജഡത്തിന് കടക്കാരാകാൻ പാടില്ല. നിങ്ങൾ ആത്മാവിനാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠം, ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദാനങ്ങൾ നാം സ്വന്തമാക്കണമെങ്കിൽ നാം കർത്താവിനെ അനുസരിച്ചേ പറ്റൂ. സുവിശേഷം ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സുവിശേഷം തരുന്ന വാഗ്ദാനങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ സുവിശേഷത്തിന് യോഗ്യമായ ജീവിതം നമുക്ക് വേണം. റോമാലേഖനം 8-12 വരെ വായിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നാം വീണ്ടും ജനിച്ചവരാണ് എങ്കിലും നമ്മുടെ ഫ്രീ വിൽ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ദൈവം ഒരിക്കലും എടുത്തു കളയുന്നില്ല. നമ്മുടെ മുന്നിൽ 2 വഴിയുണ്ട്. ഒന്ന് ജീവൻ്റെ വഴി, മറ്റേത് മരണത്തിൻ്റെ വഴി. നമുക്ക് ആത്മാവിനെ അനുസരിക്കാം, നമുക്ക് ജഡത്തെ അനുസരിക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ കർത്താവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ ജഡത്തെ അനുസരിക്കുന്നില്ല, ആത്മാവിനെ അനുസരിക്കും. നാം രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിച്ചവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നാം. അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ജഡത്തെ അനുസരിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. എത്ര ആത്മീയനായാലും ജഡത്തോടൊരു ഫൈറ്റിങ് എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. ഒരു കാർ അത് ഓഫായി കിടക്കുകയാണ്, ഏത് സമയത്ത് വേണമെങ്കിലും അതിനെ സ്റ്റാർട്ടാക്കാം. ഇതുപോലെ നാം ജഡത്തെ അനുസരിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കതിപ്പോഴും സാധ്യമാണ്. ജഡത്തെ അനുസരിച്ചാൽ എന്ത് സംഭവിക്കും?
ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കാതെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജീവിപ്പിച്ചാൽ നാം ആണ് മരിക്കുക. നാം ജീവൻ പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കണം. ഇനി നാം മരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജീവിക്കുവാൻ അനുവദിച്ചാൽ മതി. നാം ജഡത്തെ കൊല്ലുന്നില്ല എങ്കിൽ ജഡം നമ്മെ കൊല്ലും. നാം ജഡത്തെ കൊന്നാലോ നാം ജീവനിലേക്ക് പ്രവേശിക്കും. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പണ്ട് നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജഡം നമ്മുടെ യജമാനനായിരുന്നു. നമുക്ക് പരിശുദ്ധാത്മാവില്ല, ശിക്ഷാവധി മാറിയിട്ടില്ല. പക്ഷേ നാം കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ ദൈവം നമ്മെ അംഗീകരിച്ചു, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു. ഇപ്പോൾ നാം ജഡത്തിന് കടക്കാരല്ല. ഇപ്പോൾ ജഡം പറയുന്നത് അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരുമല്ല. പണ്ട് ജഡം പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ. നാം അവൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഉദാഹരണത്തിന് ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ കീഴിൽ കഴിയുകയാണ്. ഫറവോൻ്റെ കീഴിൽ അടിമത്ത ജോലി ചെയ്യുകയാണ്. എന്തു തന്നെയായാലും ഫറവോൻ പറഞ്ഞത് ഇസ്രായേൽ മക്കൾക്ക് അനുസരിച്ചേ പറ്റൂ. കാരണം ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ അടിമത്തത്തിലാണ്. എന്നാൽ ഇതാ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ചെങ്കടൽ കടക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിമോചിക്കപ്പെട്ടു. അവർ മരുഭൂമിയിലെത്തി. ഇപ്പോൾ അവർ സ്വതന്ത്രരാണ്. ഫറവോന് അവരുടെ മേൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. കാരണം ഇപ്പോൾ ഫറവോൻ്റെ നാട്ടിലല്ല അവർ വസിക്കുന്നത്, മറിച്ച് മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ ഇങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ സ്വതന്ത്രരായ ജനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പഴയ ഫറവോൻ വന്ന് ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് അടിമവേല ചെയ്യണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഇസ്രായേൽ മക്കൾക്ക് ഒരിക്കലും ഫറവോനെ അനുസരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ അവർ 100% ഫറവോൻ്റെ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. ഇനി അഥവാ ഫറവോൻ അവരോട് അങ്ങനെ കൽപ്പിക്കാനായിട്ട് ആ മരുഭൂമിയിലേക്ക് വന്നാൽ ഇപ്പോൾ ഫറവോൻ നിൽക്കുന്നത് ഫറവോൻ്റെ നാട്ടിലല്ല, ദൈവമക്കളുടെ നാട്ടിലാണ്. ദൈവമക്കളുടെ നാട്ടിൽ ഫറവോൻ തികച്ചും ബലഹീനനാണ്. ഇവർക്ക് വേണമെങ്കിൽ ആ ഫറവോനെ ഏത് സമയത്തും കല്ലെറിഞ്ഞു കൊല്ലാം. മിസ്രൈമിലായിരുന്നപ്പോൾ ഫറവോൻ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ, അടിമകളാണ്. പക്ഷേ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവമക്കളുടെ അരികിലേക്ക് ഫറവോൻ വന്നാൽ അവിടെ ഫറവോനെ ഇവർക്ക് നിഷ്പ്രഭമാക്കാൻ സാധിക്കും. ഇതിൻ്റെ ആത്മീയ അർത്ഥം ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നാം ഇപ്പോൾ ഫറവോൻ്റെ അടിമകളല്ല. പിന്നെയോ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇനി നമുക്ക് നിഷ്പ്രയാസം ഫറവോനെ, ജഡം എന്ന ഫറവോനെ തോൽപ്പിക്കാൻ സാധിക്കും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് എന്ന ശക്തനെ, അത്യന്ത ശക്തിയെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. റോമാ 8:12. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ജഡത്തിന് കടക്കാരായിരുന്നു. ജഡം പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ. അതിന് ഒരു വാക്യം വായിക്കുന്നു. തീത്തോസ് 3:3. മുൻപേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും. അധീനരുമെന്ന് പറഞ്ഞാൽ അടിമപ്പെട്ടവർ, എൻസ്ലേവ്ഡ്. അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം വെറുക്കുന്നവരും ആയിരുന്നു. തീത്തോസ് 3:3. മുൻപേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും. അധീനരുമെന്ന് പറഞ്ഞാൽ അടിമപ്പെട്ടവർ, എൻസ്ലേവ്ഡ്. അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം വെറുക്കുന്നവരും ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ജഡത്തിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രരാക്കി.
ഇനി നാം ജഡത്തിന് ഒരു രീതിയിലും കടക്കാരാകേണ്ട കാര്യമില്ല. റോമാലേഖനം 6:12 വായിക്കുന്നു, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കും വിധം ഇനി വാടരുത്. റോമാലേഖനം 6:12 വായിക്കുന്നു, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കും വിധം ഇനി വാടരുത്. പണ്ട് പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ കർത്തൃത്വം നടത്തി വാണു. ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി പരിശുദ്ധാത്മാവിനെ തന്നു. ഇനി നമ്മുടെ അവയവങ്ങളിൽ പരിശുദ്ധാത്മാവാണ് കർത്തൃത്വം നടത്തേണ്ടത്. ഒരു രീതിയിലും ജഡത്തിന് നാം കടപ്പെട്ടവരല്ല. കൊളോസിയർ 3:5. അതുകൊണ്ട് നാം ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? താലോലിക്കുകയല്ലേ ചെയ്യേണ്ടത്, അതിനെ മരിപ്പിക്കണം. കൊളോസിയർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. കൊളോസിയർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ആര് മരിപ്പിക്കണം? നമ്മളാണ് മരിപ്പിക്കുന്നത്. ആരുടെ സഹായത്താൽ മരിപ്പിക്കണം? സ്വന്തം ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് മരിപ്പിക്കേണ്ടത്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ജഡത്തെ ഗോലിയാത്തിനോട് ഉപമിക്കാം. ഇസ്രായേൽ മക്കളെ ഗോലിയാത്ത് വെല്ലുവിളിച്ചു, ആർക്കെന്നെ തോൽപ്പിക്കാൻ സാധിക്കും? എല്ലാവരും പേടിച്ചു. ഇതുപോലെ ജഡം നമ്മയും വെല്ലുവിളിക്കും. ജഡത്തെ എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഒരിക്കൽ 80 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ് ക്യാൻസർ വന്ന് മരണത്തോട് മുഖാമുഖം എത്തി. അപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരൻ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മരണമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, കാരണം മരണത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മരണമല്ല, ജഡമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മരണക്കിടക്കയിലുള്ള ആ പിതാവിനെ അലട്ടുന്ന പ്രശ്നം എന്താണ്? ജഡമാണ്. ജഡത്തോടുള്ള പോരാട്ടം മരണം വരെയും ഉണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാണ്? നമ്മൾ കണ്ണാടിയുടെ മുമ്പാകെ നിന്നിട്ട് ചോദിക്കുക, എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ജഡമാണ് ശത്രു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജഡം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ ശത്രുവിനെ, ഏറ്റവും വലിയ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും ശക്തിയുള്ളവൻ വേണം. ആരാണത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ കുറഞ്ഞ മറ്റൊന്നുകൊണ്ടും ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവിനെ വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവം തന്നിരിക്കുന്നത്. അല്പമായിട്ടല്ല, സമൃദ്ധമായിട്ട്. എല്ലാ വിശ്വാസികൾക്കും ജഡത്തോട് പോരാട്ടമുണ്ട്. നാം വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ച രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ പോരാട്ടം ആരംഭിക്കുകയാണ്. പ്രായമുള്ള വിശ്വാസിയായാലും പക്വതയുള്ള വിശ്വാസിയായാലും വലിയ അനുഭവങ്ങളിലൂടെ, ആത്മീയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വിശ്വാസിയായാലും എല്ലാവർക്കും ജഡത്തോട് പോരാട്ടമുണ്ട്. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 141:3. യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഈ അധരദ്വാരം കാക്കണമെങ്കിൽ, കൃപയോടുകൂടി സംസാരിക്കണമെങ്കിൽ സ്വന്തം ശക്തി പോരാ, കർത്താവ് തന്നെ സഹായിക്കണം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണമെങ്കിൽ പരിശുദ്ധാത്മശക്തി വേണം. യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. മത്തായി 15:18-20 വരെയുള്ള വാക്യങ്ങൾ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-30 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലത്ത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമാകുന്നു. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക.
നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമാകുന്നു. ജഡത്തെ കർക്കശമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. അതാണ് ഈ വാക്യങ്ങളിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിന്, ശരീരത്തിലൊരു അവയവത്തിന് ക്യാൻസർ ബാധിച്ചാൽ ഡോക്ടർമാർ ആ ബാധിച്ച അവയവം മുറിച്ചു കളയും. കാരണം ശരീരം മൊത്തം നശിക്കാതിരിക്കണമെങ്കിൽ ക്യാൻസർ ബാധിച്ച അവയവം മുറിച്ചു മാറ്റണം. ഒരാൾ ഒരു പ്രത്യേക യന്ത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ റോളറിൽ കുടുങ്ങി. ഈ റോളർ ശരീരത്തെ മൊത്തം പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് അടുത്ത് നിന്നിരുന്ന പണിക്കാർ ഈ കൈ ഉടനെ തന്നെ മുറിച്ചു മാറ്റി. കൈ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ശരീരം മൊത്തം ചതഞ്ഞരിഞ്ഞു പോകും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിൻ്റെ കണ്ണാണോ നിനക്ക് പാപഹേതു, നിൻ്റെ കൈയാണോ പാപഹേതു, അതിനെ വെട്ടിമാറ്റണം. എന്ന് വെച്ചാൽ അതിനോട് നിഷ്കരണം ഇടപെടണം, അതിനെ താലോലിക്കരുത്. ജഡം നമ്മുടെ ഏതെങ്കിലും അവയവത്തിനെ സ്വാധീനിച്ച് അതുകൊണ്ട് പാപം ചെയ്യാനായിട്ട് നിർബന്ധിച്ചാൽ ഒരിക്കൽ പോലും അത് ചെയ്യരുത്. കാരണം ഒരവയവമായിരിക്കാം പാപം ചെയ്യുന്നത്, പക്ഷേ ശരീരം മൊത്തം നരകത്തിലേക്കാണ് പോവുക. ചിലർ പറയും, എൻ്റെ എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കും, പക്ഷേ ഈ ഒരു അവയവത്തെ മാത്രം കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ അത് മതി, ആ ഒരു അവയവത്തിന് ക്യാൻസർ പിടിച്ചാൽ മതി എല്ലാ അവയവവും നശിക്കാനായിട്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് കണ്ണാണ് ഇടർച്ച, ശരി, നിൻ്റെ മറ്റെല്ലാ അവയവങ്ങൾക്കും ഒരു പ്രശ്നവുമില്ല, പക്ഷേ കണ്ണിടർച്ചയുള്ളതാണെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിന്റെ ശരീരം മൊത്തം നരകത്തിൽ പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഒറ്റക്കണ്ണനായ സ്വർഗത്തിൽ പോകുന്നതാണ് നിനക്ക് നല്ലത്. ശരീരത്തിലെ ഈ ദുർമോഹങ്ങളോട് യാതൊരു കരുണയും കൂടാതെ ഇടപെടണമെന്ന് കർത്താവ് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം മൊത്തം നശിക്കാതിരിക്കാൻ വേണ്ടി, ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒളിമ്പിക്സിലും മറ്റും മത്സരിക്കുന്ന കായികാഭ്യാസികൾ ശരീരത്തെ കർക്കശമായ അച്ചടക്കത്തിന് വിധേയമാക്കും, എങ്കിലേ ജയിക്കാൻ പറ്റും. അവർ അമിതമായി മദ്യപിക്കാൻ പാടില്ല, അവരുടെ ഭക്ഷണത്തിൽ അവർ ശ്രദ്ധിക്കണം. മൈക്ക് ടൈസൺ ഒരിക്കൽ ലോകപ്രസിദ്ധനായ ബോക്സറായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ എതിരാളികളെയും തോൽപ്പിച്ച ആ വ്യക്തി പിന്നീട് മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി ദൂർത്തടിച്ചു പണം. ഒടുവിൽ കടം എല്ലാം കൊണ്ട് തകർന്നു, തൻ്റെ കരിയർ നഷ്ടമായി. പ്രിയമുള്ളവരെ, ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നില്ല എങ്കിൽ ശരീരം നമ്മെ നശിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ജഡത്തിന് കടക്കാരാകാൻ പാടില്ല, ജഡത്തിന് അടിമയാകാൻ പാടില്ല. അപ്പോൾ ജഡം നമ്മോട് പറയും, എന്നെ എന്തിനാണ് ഇങ്ങനെ തടവിൽ വെച്ചിരിക്കുന്നത്, എന്നെ ഒന്ന് തുറന്നു വിടൂ. എൻ്റെ ആഗ്രഹങ്ങൾ ഒന്ന് സാധിക്കാനായിട്ട് ഇടയായാൽ നിനക്ക് ജീവിതം ആസ്വദിക്കാം. ഇതൊക്കെ എത്രയോ പേര് ചെയ്യുന്നതാണ്. പിന്നെ എന്തിനാണ് എന്നോട് നിഷ്കരണം ഇടപെടുന്നത്? അങ്ങനെ വശീകരണ വാക്കുകൾ പറഞ്ഞാൽ ഒരിക്കലും ജഡത്തെ തുറന്നു വിടരുത്, അതിനെ അടിമയാക്കിക്കൊള്ളണം. അതിനെ താലോലിക്കുകയല്ല, ജഡത്തിൻ്റെ പ്രവൃത്തികളെ താലോലിക്കുകയല്ല, പിന്നെയോ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജഡം നമ്മോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ ഞാനിതിനെ കൊല്ലുകയാണ് വേണ്ടത്, അല്ലാതെ അനുസരിക്കുകയല്ല. കൺമോഹം, ജഡമോഹം, പല കാര്യങ്ങളുണ്ട്. അത് വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് നോക്കൂ. അപ്പസ്തോലനായ പൗലോസിന് പോലും തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കേണ്ടി വന്നു. അപ്പോസ്തലനാണ്, കൃപാവരങ്ങളുണ്ട്, ആത്മീയ അനുഭവങ്ങളുണ്ട്, ധാരാളം സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്, ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. പക്ഷേ തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയധികം ജഡത്തോട് ഒരു സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. 1 കൊരിന്ത്യർ 9-24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് നാം അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്.
അതിശ്രേഷ്ഠമായ ഉപദേശങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിച്ച വ്യക്തിയാണ് പൗലോസ്. എന്നാൽ താൻ പ്രസംഗിച്ച കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായേ പറ്റൂ. അതിന് തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. ഇന്ന് ജഡത്തിൽ ജീവിക്കുന്ന പലരും മറ്റുള്ളവരോട് നിങ്ങൾ ജഡത്തെ അതിജീവിക്കണമെന്ന് പറയുകയാണ്. ദ്രവ്യാഗ്രഹത്തിലും സ്വാർത്ഥതയിലും കപടഭക്തിയിലും കഴിയുന്ന പലരും ഇന്ന് മറ്റുള്ളവരോട് നിങ്ങൾ ദ്രവ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെടണം, നിങ്ങൾ കപടഭക്തരാകരുത് എന്ന് ഉപദേശിക്കുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പൗലോസ് ആദ്യം താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തൻ്റെ ശരീരത്തെ അച്ചടക്കത്തിന് വിധേയമാക്കി. ശരീരത്തെ അച്ചടക്കത്തിന് വിധേയമാക്കാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് വചനം പ്രസംഗിക്കുവാനുള്ള അനുവാദവും അധികാരവും ഇല്ല. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. റോമ 8:13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലല്ലാതെ നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ ശ്രമിച്ചാൽ നാം നിരാശരാകും. ക്രിസ്തുവിലേക്ക് നോക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ഇടർച്ച വരുത്തുന്ന കണ്ണ് ചൂഴ്ന്നെടുക്കാനും ഇടർച്ച വരുത്തുന്ന കാല് വെട്ടിക്കളയാനും തുടങ്ങിയാൽ നമ്മൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ജഡത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, മുറുകെ പറ്റുന്ന പാപത്തെ ഉപേക്ഷിക്കണമെങ്കിൽ വിശ്വാസത്തിന് നായകന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. അല്ലാതെ പരിശുദ്ധാത്മ ശക്തിയിലും യേശുവിനെ ആശ്രയിക്കാതെ ജഡത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു കാലത്തത് നടക്കുകയില്ല. എബ്രായ ലേഖനം 12:1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇന്നലെ ഞാൻ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിച്ചല്ലോ, നാളെ എനിക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കാതെ ജീവിക്കാൻ സാധിക്കുമോ? നാളെ ഞാൻ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കാതെ ആലസ്യത്തിൽ ജീവിച്ചാൽ നാളെ ജഡം എന്നെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ജഡത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഒരു നീണ്ട പ്രക്രിയയാണ്. കാരണം നാം നിരന്തരമായി ജഡത്തിനെതിരെ ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിശ്ചയമായൊരു കാര്യം, സംശയമില്ലാത്തൊരു കാര്യം എന്താണ്? നിങ്ങൾ ജഡത്തെ അനുസരിച്ചാൽ, നിങ്ങൾ ഏതെല്ലാം ആത്മീയ അനുഭവങ്ങളുള്ള വ്യക്തികളായാലും വിശ്വാസത്തിൽ വന്ന എത്ര വർഷങ്ങളായാലും നിങ്ങൾ ജഡത്തെ അനുസരിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഇവിടെ പറയുന്ന മരണം ആത്മീയ മരണം തന്നെയാണ്. വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. അതല്ല ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്തേക്ക് രക്ഷിക്കപ്പെട്ടു, അത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. വെളിപ്പാട് 21:8 എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, നീചന്മാർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോയികയിലെത്രേ. അത് രണ്ടാമത്തെ മരണം. റോമാലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കാണ്. അവർ വീണ്ടും ജനിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, അവർ ആരാധനയ്ക്ക് പോകുന്നവരാണ്, പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, സുവിശേഷ വേല ചെയ്യുന്നവരാണ്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഒരിക്കൽ വലിയ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക്, നല്ല ഉയരമുള്ള കെട്ടിടം, ഒരു മനുഷ്യൻ കയറി. ആ കയറിയ മനുഷ്യന് ധാരാളം പണമുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, പല നേട്ടങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ചാടിയപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് പണമുണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. പക്ഷേ ചാടിയപ്പോൾ മരിച്ചുപോയി. കാരണം വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടിയാൽ ആരും മരിക്കും. ഇതുപോലെ നാം ആരായിരുന്നാലും ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്താൽ മരിക്കും നിശ്ചയം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. വിശ്വാസികളുടെ മരണത്തെ സാധാരണയായിട്ട് നിദ്ര പ്രാപിക്കുക എന്ന പദത്താലാണ് ബൈബിളിലെ പുതിയ നിയമത്തിൽ വിവക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് നിദ്ര പ്രാപിക്കുകയല്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിദ്ര പ്രാപിക്കും എന്നല്ല പറയുന്നത്. പിന്നെയോ മരിക്കും നിശ്ചയം. ഇത് ആത്മാവിന് നിത്യമായ മരണം.
നിത്യനരകത്തിൽ ദണ്ഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ആരാണ് എതിരാളി എന്ന് തിരിച്ചറിയണം. ഒരു രോഗത്തിന് ചികിത്സ നൽകണമെങ്കിൽ രോഗം ഏതാണെന്ന് ആദ്യം കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെടണം. ഇതുപോലെ നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ശത്രു ആരാണ്? ജഡമാണ് ഏറ്റവും വലിയ ശത്രു. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യാത്ത വ്യക്തികളുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും അബദ്ധവശാൽ ജഡത്തിൽ വീണുപോയവരുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ വാക്യത്തിൽ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അതായത് ജഡത്തെ അനുസരിക്കുന്നത് ഒരു ജീവിത ശൈലിയാക്കുക, ജഡത്തെ അനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോവുക. അബദ്ധവശാൽ ഒരു ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, ദാവീദ് പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു. വ്യഭിചാരം ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. വ്യഭിചാരിക്ക് ദൈവരാജ്യമില്ല. പക്ഷേ അവൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായി അവൻ ശക്തമായി അനുദപിച്ചു, ദൈവത്തോട് തെറ്റേറ്റു പറഞ്ഞു. പിന്നെ ഒരിക്കലും അവൻ വ്യഭിചരിച്ചില്ല. അതുകൊണ്ട് ദാവീദിന് ജീവൻ നഷ്ടമായില്ല, നിത്യജീവൻ നഷ്ടമായില്ല. നമ്മുടെ എല്ലാ ജീവിതത്തിൽ അബദ്ധവശാൽ സൂക്ഷ്മക്കുറവ് കൊണ്ട് ചില ലംഘനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, ജഡത്തിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഉടനെ തന്നെ നാം ആത്മീയരാണെങ്കിൽ അതിൽ സന്തോഷിക്കുകയല്ല, അനുതാപ ഹൃദയത്തോടെ തെറ്റേറ്റു പറഞ്ഞ് യഥാസ്ഥാനപ്പെടും. നമ്മുടെ അനുതാപം ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ പിന്നെ വീണ്ടും ആ പാപം ആവർത്തിക്കുകയില്ല. ദാവീദ് പിന്നെ ഒരിക്കലും ആ ഉപേക്ഷിച്ച പാപത്തെ വീണ്ടും സ്വീകരിച്ചില്ല, ആവർത്തിച്ചില്ല. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടതാണ്, വീണ്ടും ജനിച്ചതാണ്. ഞാൻ വീണ്ടും നരകത്തിന് യോഗ്യനാകുമോ? ഞാൻ ശിക്ഷാവിധിയിൽ നിന്ന് വിമോചനം പ്രാപിച്ചവനാണ്, എനിക്ക് വീണ്ടും നരകത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ടോ? ഈ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. റോമാലേഖനം 8:1 എന്താണ്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. അങ്ങനെയുള്ളവരോട് പറയുന്നത്, നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ചാൽ മരിക്കും നിശ്ചയം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്താൽ മരിക്കും നിശ്ചയം. രക്ഷിക്കപ്പെട്ടവർ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജീവിക്കും. നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് മരണത്തിൻ്റെ വഴി, മറ്റൊന്ന് ജീവനിലേക്കുള്ള വഴി. ഒരു വിശ്വാസിയുടെ ഫ്രീ വിൽ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം എടുത്തു കളയുന്നില്ല. അവന് ഒന്നുകിൽ ജഡത്തെ അനുസരിക്കാം, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിക്കാം. ആത്മാവിനെ അനുസരിക്കുമ്പോൾ ഇവൻ ഓട്ടോമാറ്റിക്കായി ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൊല്ലും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവൻ പരിശുദ്ധാത്മാവിനെതിരെയായിരിക്കും യാത്ര. പരിശുദ്ധാത്മാവിനെതിരെ യാത്ര ചെയ്താൽ അത് നിത്യമരണത്തിലേക്കാണ് നയിക്കുക. ജഡമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അത് തെളിയിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരു വിശ്വാസിയെ മരണത്തിലേക്ക് തള്ളിയിടാൻ ജഡത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ജഡത്തിനെതിരെ എപ്പോഴും യുദ്ധം പ്രഖ്യാപിക്കണം. ജഡമാണ് നമ്മുടെ ഏറ്റവും പ്രധാന എതിരാളി. ചില വാക്യങ്ങൾ വായിക്കുന്നു. റോമ 8:6, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. റോമ 6:21, നിങ്ങൾക്ക് അന്ന് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആ പഴയ പാപകാലമാണ്. നിങ്ങൾക്ക് അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. ഗലാത്യ 5:17, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഗലാത്യ 6:8, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഗലാത്യ 5:19-21 വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നും അത് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല
എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഗലാത്യ സഭയിൽ പൗലോസ് യഥാർത്ഥ ഉപദേശം പറഞ്ഞു, അവരെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ആ സഭയിലെ പല വിശ്വാസികളും ജഡം കൊണ്ട് അവസാനിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരാത്മീയനും വേണമെങ്കിൽ ജഡം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. ഗലാത്യ 3:3 പറയുന്നത്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് കൊണ്ട് ആരംഭിച്ചാലും ആത്മാവിനെ അനുസരിച്ച് ഒരു വിശ്വാസി നടക്കുന്നില്ല എങ്കിൽ ജഡം കൊണ്ടാണ് അവസാനിക്കുക. ജഡം കൊണ്ട് അവസാനിച്ചാൽ ഒരിക്കലും സ്വർഗത്തിൽ പോവുകയില്ല. തുടക്കത്തിൽ വിശ്വാസത്തിൻ്റെ ആരംഭ നാളുകളിൽ വളരെ തീക്ഷ്ണതയും വിശുദ്ധിയിലും ജീവിച്ച ഒരു വിശ്വാസിയായിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ പിടിവിട്ടു പോയാൽ അവന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ശക്തമായ വാണിംഗ് നമുക്ക് തരുന്നത്, നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ചാൽ മരിക്കും നിശ്ചയം. നിങ്ങൾ സാധിക്കുമെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിച്ചോളൂ, കൊള്ളാം. അങ്ങനെയല്ല, പിന്നെ എന്താണ്? നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കണം. അതൊരു കൽപ്പനയാണ്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇനി നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ ഇച്ഛാശക്തി കൊണ്ടോ ഒന്നും ജഡത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് മാത്രമേ ജഡാഭിലാഷത്തെ നിയന്ത്രിക്കാൻ സാധിക്കൂ. ലോകത്തിൽ പല മതങ്ങളിലും പരിശുദ്ധാത്മ ശക്തിയുടെ സഹായം കൂടാതെ ചില കഠിനമായ ഉപവാസത്തിലൂടെ, ചില ശാരീരിക ദണ്ഡനത്തിലൂടെയൊക്കെ, തപസ്സിലൂടെയൊക്കെ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുവാൻ അവർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ വേറെ ഏതെങ്കിലും മാധ്യമങ്ങൾ വഴിയായി ഒരുവൻ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കാൻ വിചാരിച്ചാൽ ഒരിക്കലും നടക്കുകയില്ല. അതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കാം. കൊളോസ്യ ലേഖനം, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക്, പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയമാകുന്നത് എന്തിന്? ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവും ഇല്ല. നോക്കൂ, ജഡത്തെ തോൽപ്പിക്കുവാൻ ഒരു ബലഹീന ആയുധം കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ജഡത്തെ തോൽപ്പിക്കുവാൻ ഏറ്റവും ശക്തമായ ആയുധം വേണം. അതാണ് പരിശുദ്ധാത്മാവ്. ജഡത്തെ മരിപ്പിക്കുവാൻ സഹായകമായ ചില ഉപദേശങ്ങൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. റോമാലേഖനം 6:6 വായിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. രക്ഷിക്കപ്പെടാത്ത കാലത്ത് നാം പാപം ചെയ്ത് ജീവിച്ചു. രക്ഷിക്കപ്പെടാത്ത കാലത്ത് പാപം ചെയ്ത് ജീവിച്ചപ്പോൾ ആ മനുഷ്യനെ പറയുന്ന പേരാണ് പഴയ മനുഷ്യൻ. പഴയ മനുഷ്യൻ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചപ്പോൾ നമ്മുടെ ഈ പഴയ പാപ മനുഷ്യനെയും തന്നോടൊപ്പം ക്രൂശിൽ തറച്ചു. ഭാവിയിൽ കുരിശിൽ തറയ്ക്കുമെന്നല്ല, ക്രിസ്തുവിനോടൊപ്പം ഈ പഴയ മനുഷ്യൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ക്രിസ്തുവിനോടൊപ്പം ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നാം ഇനി പഴയ മനുഷ്യനെ അന്വേഷിച്ചാൽ കണ്ടെത്തുകയില്ല. ഇപ്പോൾ നമ്മൾ പുതിയ മനുഷ്യനാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. എൻ്റെ പഴയ മനുഷ്യനെ, രക്ഷിക്കപ്പെടാത്ത കാലത്ത് പാപം ചെയ്ത് നടന്നിരുന്ന ആ പഴയ മനുഷ്യനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ തറച്ചു എന്ന് നാം വിശ്വസിക്കണം. അതിൻ്റെ പ്രയോജനം എന്താണ്? അത് താഴെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു.
നമ്മളിപ്പോൾ പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നാം പുതിയ മനുഷ്യനാണ്. റോമാലേഖനം തന്നെ 6-ാം അധ്യായം 2 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 2 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇനി നമുക്ക് പാപത്തിൽ വാസ്തവത്തിൽ തുടരാൻ സാധിക്കില്ല. ഇനി വാസ്തവത്തിൽ പാപത്തിൽ തുടരാൻ സാധിക്കില്ല. പഴയ മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. പഴയ മനുഷ്യനാണ് വാസ്തവത്തിൽ ഈ പാപത്തോട് താല്പര്യം ഉണ്ടായിരുന്നത്. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളും വീണ്ടും ജനിച്ച ദൈവമക്കളും ഇങ്ങനെ അവരവരെ തന്നെ പരിഗണിക്കണം. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിനോടൊപ്പം മരിച്ചവനാണ്, ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇനി എനിക്ക് പാപത്തിൽ തുടരാൻ സാധ്യമല്ല. റോമാലേഖനം 6:11 അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. റോമാലേഖനം 6:11 അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിനോടൊപ്പം മരിച്ചവനാണ്, ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇനി എനിക്ക് പാപത്തിൽ തുടരാൻ സാധ്യമല്ല. റോമാലേഖനം 6:11 അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പാപസംബന്ധമായി മരിച്ചാൽ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല. എന്നാൽ നാം പുതിയ സൃഷ്ടികളാണ്, പുതിയ സൃഷ്ടിയാണ്. ഇനി ഈ പുതിയ സൃഷ്ടിയാണ് ഈ ജഡത്തോടും പിശാചിനോടും ലോകത്തോടൊക്കെ പോരാടേണ്ടത്. അല്ലാതെ പഴയ പാപമനുഷ്യനല്ല ഈ ജഡത്തോട് പോരാടേണ്ടത്. കാരണം പഴയ പാപമനുഷ്യനെ നീക്കിക്കളഞ്ഞു, അവൻ അവശേഷിക്കുന്നില്ല. 6:6 ഒന്നുകൂടി വായിക്കാം. അതെ, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ ഈ കാണുന്നതോ ഈ നിൽക്കുന്നതോ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്, പുതിയ മനുഷ്യനാണ്. ഈ പുതിയ മനുഷ്യനിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നിറച്ചിരിക്കുന്നു. ഈ പുതിയ മനുഷ്യന് ആത്മീയ ഭക്ഷണമായിട്ട് വചനം കർത്താവ് നൽകുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ പുതിയ മനുഷ്യൻ പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും പിശാചിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് വിമുക്തനല്ല. നാം ഒരു നാളിൽ, പുതിയ മനുഷ്യരായ നാം ഒരു നാളിൽ പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും പിശാചിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായി വിമോചനത്തിൽ എത്തും. എപ്പോഴാണ്? അത് സ്വർഗത്തിൽ പോകുമ്പോഴാണ്. എന്നാൽ ഇപ്പോൾ ഈ പുതിയ മനുഷ്യൻ ഈ പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും സ്വാധീനത്തിന് നടുവിലാണ്. ഈ പുതിയ മനുഷ്യൻ ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തി ഉപയോഗിച്ച് പാപത്തെയും ജഡത്തെയും ലോകമോഹങ്ങളെയും പിശാചിനെയും കീഴ്പ്പെടുത്തണം. അതുകൊണ്ടാണ് ഒരു വിശ്വാസി ഒരു പോരാളിയാണ് എന്ന് പറയുന്നത്. പണ്ട് രക്ഷിക്കപ്പെടാത്ത കാലത്ത് പഴയ മനുഷ്യൻ്റെ ഉള്ളിൽ ലോകവും ജഡവും പിശാചും ഒക്കെ കയറിക്കൂടിയിരിക്കുകയായിരുന്നു. ആ മനുഷ്യനെ കൊന്നു നശിപ്പിച്ചു. എന്നിട്ട് പുതിയ മനുഷ്യനെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പുതിയ മനുഷ്യൻ്റെ ഉള്ളിൽ പിശാചില്ല, ജഡമില്ല, പാപമില്ല, ലോകമില്ല. പുതിയ മനുഷ്യൻ്റെ പരിസരത്താണ്, പുതിയ മനുഷ്യൻ്റെ പുറത്താണ് പിശാചും ലോകവും ജഡവും ഒക്കെ നിന്ന് ഇവനെ വശീകരിക്കുവാൻ, ഇവനെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നു. പഴയ മനുഷ്യൻ്റെ ഉള്ളിലാണ് വേണ്ടാത്ത എല്ലാം ഉണ്ടായിരുന്നത്, അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചു. പുതിയ മനുഷ്യൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. പുതിയ മനുഷ്യൻ്റെ ഉള്ളിൽ പിതാവായ ദൈവമാണ് വസിക്കുന്നത്. പുതിയ മനുഷ്യൻ്റെ ഉള്ളിൽ യേശുവാണ് വസിക്കുന്നത്. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. എന്നാൽ അതേസമയം പുതിയ മനുഷ്യൻ നിൽക്കുന്നിടത്ത്, അവൻ്റെ പരിസരത്ത് ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും പിശാചിൻ്റെയും സ്വാധീന ശക്തി വ്യാപരിക്കുന്നുണ്ട്. അതിനെ കീഴടക്കാൻ വേണ്ടിയാണ് ഈ പുതിയ മനുഷ്യന് പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്താണ് സംഗതി എന്ന് മനസ്സിലാവില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യനാണ് ഇത്. ഈ മനുഷ്യനെ പഴയ പാപ മനുഷ്യൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. റോമാലേഖനം 6:6. എന്നാൽ യേശുവിൽ വിശ്വസിച്ചപ്പോൾ
ഈ പഴയ മനുഷ്യനെ യേശു കുരിശിൽ തറച്ചു. എന്നാ തറച്ചത്? 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു ഈ പഴയ മനുഷ്യനെ തന്നോടൊപ്പം ക്രൂശിൽ തറച്ചു. ഈ പഴയ മനുഷ്യൻ്റെ ഉള്ളിൽ നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല. മുഴുവൻ പാപവും ജഡവും പിശാചും ലോകമോഹവും നിറഞ്ഞ നിത്യനാശത്തിലേക്ക് കുതിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ പഴയ മനുഷ്യൻ. എന്നാൽ സുവിശേഷം കണ്ട് വിശ്വസിച്ചപ്പോൾ ഈ പഴയ മനുഷ്യനെ യേശു ക്രിസ്തു തന്നോടൊപ്പം ക്രൂശിൽ തറച്ചു. അതുകൊണ്ട് ഇനി പഴയ മനുഷ്യനെ അന്വേഷിച്ചാൽ കാണുകയില്ല. ഈ പഴയ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഇപ്പോഴിതാ പുതിയ മനുഷ്യൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ഈ പുതിയ മനുഷ്യൻ്റെ ഉള്ളിൽ പഴയതൊന്നുമില്ല. കാരണം പഴയതിനെ സമ്പൂർണ്ണമായിട്ട് നീക്കിക്കളഞ്ഞു. ഈ പുതിയ മനുഷ്യൻ്റെ ഉള്ളിൽ പിതാവായ ദൈവം വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ മനുഷ്യൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. പഴയതൊന്നും ഇവനിൽ അവശേഷിക്കുന്നില്ല, സകലവും പുതുതാക്കി. എന്നാൽ അതേ സമയം തന്നെ ഈ പുതിയ മനുഷ്യൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ജഡമുണ്ട്, പിശാചുണ്ട്, ലോകമോഹങ്ങളുണ്ട്. ഇതെല്ലാം ഈ പുതിയ മനുഷ്യന് എതിരാണ്. അതുകൊണ്ട് ഈ പുതിയ മനുഷ്യൻ ഇവയുടെ സ്വാധീനത്തിൽ പെടാതെ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും എതിർത്ത് തോൽപ്പിക്കണം. ഈ പുതിയ മനുഷ്യന് ഈ ലോകത്തെയും ജഡത്തെയും പിശാചിനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ മനുഷ്യൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഇവരോട് യുദ്ധം ചെയ്യണം. ഈ പുതിയ മനുഷ്യൻ ഇപ്പോൾ ദൈവത്തിൻ്റെ മിത്രമാണ്. ദൈവത്തിൻ്റെ മിത്രമായതുകൊണ്ട് ഇവൻ സ്വാഭാവികമായും ലോകത്തിൻ്റെ ശത്രുവായിരിക്കുകയാണ്, ജഡത്തിൻ്റെ ശത്രുവായിരിക്കുകയാണ്, പിശാചിൻ്റെ ശത്രുവായിരിക്കുകയാണ്. പഴയ മനുഷ്യൻ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പിശാചിൻ്റെ എല്ലാറ്റിൻ്റെയും മിത്രമായിരുന്നു. പുതിയ മനുഷ്യൻ ഇപ്പോൾ ദൈവത്തിൻ്റെ മിത്രമായതുകൊണ്ട് ലോകവും ജഡവും പിശാചുമെല്ലാം ഇവനെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധത്തിൽ ഇവൻ തീർച്ചയായും ജയിക്കും. കാരണം ജയാളിയായ ക്രിസ്തുവാണ് ഇവൻ്റെ നേതാവ്. മാത്രമല്ല, ജയിക്കാനായി ക്രിസ്തു അത്യന്ത ശക്തി നൽകിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ്. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിക്കുവാൻ ഒരു നിസ്സാര ആയുധം ഉണ്ടായാൽ പോരാ, ഏറ്റവും ശക്തിയുള്ള ആയുധം തന്നെ വേണം. ആ ആയുധമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ മനുഷ്യൻ പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അവൻ രക്ഷപ്പെടും. എപ്പോഴാണ്? ഈ മർത്യ ശരീരത്തിന് രൂപാന്തരം വരും. നാം അപ്പോൾ യേശു ക്രിസ്തുവിന് തുല്യരായിട്ട് മാറും. സ്വർഗത്തിൽ എന്നേക്കും നമ്മൾ വസിക്കും തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ. അന്ന് നമുക്ക് യാതൊരു പോരാട്ടവും ഉണ്ടായിരിക്കുകയില്ല. പുതിയ മനുഷ്യൻ്റെ പോരാട്ടം അവസാനിക്കുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. ഈ ഭൂമിയിൽ അവനായിരിക്കുമ്പോൾ അവന് പോരാട്ടമുണ്ട്. സ്വർഗത്തിൽ പാപത്തിൻ്റെയും പിശാചിൻ്റെയും ജഡത്തിൻ്റെയും ലെവലേശം സ്വാധീനമില്ല. റോമാലേഖനം 6:6 നമ്മൾ വായിച്ചു, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടൊപ്പം യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. അത് നേരത്തെ കഴിഞ്ഞൊരു സംഭവമാണ്. അതാണ് നമ്മുടെ പൊസിഷൻ, അഥവാ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി. പക്ഷേ ആ നടന്നു കഴിഞ്ഞ കാര്യം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു. എൻ്റെ പഴയ മനുഷ്യനെ ക്രിസ്തു ക്രൂശിൽ തറച്ചു, ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ തറച്ചു. ഞാൻ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടു. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കാര്യം എങ്ങനെ ലോകക്കാർക്ക് മനസ്സിലാകും? ഞാൻ പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിനോടൊപ്പം മരിച്ച വ്യക്തിയാണ്. എൻ്റെ പാപമനുഷ്യൻ, എൻ്റെ പഴയ പാപമനുഷ്യൻ യേശു ക്രിസ്തുവിനോടൊപ്പം 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെടുകയും ചെയ്തു. ഇതെങ്ങനെ ലോകക്കാർക്ക് ബോധ്യമാകും? ഇത് ലോകക്കാർക്ക് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കടമയുണ്ട്. മറ്റുള്ളവർ നമ്മോട് പ്രകോപനപരമായ വാക്കുകൾ പറയുകയാണ്, നമ്മൾ എതിർത്തൊന്നും സംസാരിക്കാതെ ക്ഷമിക്കുകയാണ്. അപ്പോൾ ലോകക്കാർ പറയും, ഇവനൊരു ചത്ത വ്യക്തിയാണല്ലോ, ഒരു പ്രതികരണവും ഇല്ല. മറ്റുള്ളവർ നമ്മെ ശാരീരികമായിട്ട് അടിക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ വസ്തുക്കൾ നഷ്ടപ്പെടുത്തുന്നു, നമ്മളെ അപമാനിക്കുന്നു. ഒരു രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, പകരത്തിന് പകരം ചെയ്യുന്നില്ല. അപ്പോൾ ലോകക്കാർ പറയുകയാണ്, ഇദ്ദേഹത്തോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അദ്ദേഹം ഒരു ചത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നു,
ഇദ്ദേഹം ഒന്നും പ്രതികരിക്കുന്നില്ല, കേസ് കൊടുക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരൊക്കെ നുണ പറഞ്ഞ് കാശുണ്ടാക്കുമ്പോൾ ഈ വ്യക്തിയോട് പറയുകയാണ്, നീയും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് നുണ പറഞ്ഞാൽ നിനക്ക് എത്ര പണം കിട്ടും? അപ്പോൾ ഈ ക്രിസ്ത്യാനി പറയുകയാണ്, എനിക്കത് സാധ്യമല്ല. അവർ പറയുകയാണ്, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ ഒരു ചത്ത വ്യക്തിയാണ്. ഭാര്യ വല്ലാതെ കലഹിക്കുകയാണ്, ഇവനാകട്ടെ ഒരക്ഷരം പറയുന്നില്ല. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ ചത്തോ? ജീവനുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് നാം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടു എന്നുള്ള കാര്യം ലോകത്തിന് ബോധ്യമാകുന്നത്. ഇതിനെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരു ചത്ത മനുഷ്യന് ഒരു പ്രതികരണശേഷിയില്ലല്ലോ. ചിലരിങ്ങനെ അവകാശപ്പെടും. എന്താ അവകാശപ്പെടുക? ഞാൻ യേശു ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, സ്നാനത്തിൽ ഞാൻ യേശു ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു. എൻ്റെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോടൊപ്പം പണ്ടേ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ദേഷ്യം മാറുന്നില്ല, വാശി മാറുന്നില്ല, പ്രതികാരദാഹം മാറുന്നില്ല. അപ്പോൾ ലോകക്കാർ പറയും, കൊള്ളാം കൊള്ളാം, നീ മരിച്ചിട്ടുമില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. We know that our old self was crucified with him in order that the body of sin might be brought to nothing, so that we would no longer be enslaved to sin. We know that our old self was crucified with him in order that the body of sin might be brought to nothing, so that we would no longer be enslaved to sin. ഞാൻ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു എന്ന് അവകാശവാദം പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികാരദാഹവും പൊട്ടിത്തെറിയും മറ്റ് ദോഷപ്രവൃത്തികളും കണ്ടാൽ മറ്റുള്ളവർ പറയും, നീ നുണയാണ് പറയുന്നത്, നിന്റെ പഴയ മനുഷ്യനൊന്നും ക്രൂശിക്കപ്പെട്ടിട്ടില്ല, നീ മരിച്ചിട്ടില്ല, നീ അടക്കപ്പെട്ടിട്ടില്ല. നമ്മളെ നോക്കി ലോകക്കാർ പറയുമോ, നിന്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്? നമ്മെ നോക്കി ലോകക്കാർ പറയുമോ, നീ യേശു ക്രിസ്തുവിനോടൊപ്പം മരിച്ചുപോയ വ്യക്തിയാണ്, അതുകൊണ്ട് നിന്നെ എന്ത് ചെയ്താലും നീ ഒരു പ്രതികാരത്തിനും വരുന്നില്ലല്ലോ, ഒരനീതിക്കും നീ കൂട്ടുനിൽക്കുന്നില്ല, നീ യേശു ക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, ഇതാ വേണ്ടാത്ത കാഴ്ചകൾ കാണൂ എന്ന് ഞങ്ങൾ നിന്നെ നിർബന്ധിക്കുമ്പോൾ നീ അത് നോക്കുന്നില്ല, കാരണം നീ ചത്തുപോയി. ഇതാണ് റോമാലേഖനം 6:6 പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്ന ജീവിതം. ഇതിനെയാണ് ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇത് നാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. നോക്കൂ, നമുക്ക് ദൈവം എത്ര ഭാഗ്യ പദവിയാണ് തന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും ജഡത്തിന് കടക്കാരാകേണ്ട ആവശ്യമില്ല. നാം വീണ്ടും ജനിച്ചു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അതിശ്രേഷ്ഠമായ സ്വർഗീയ മന്ന വചനം തന്ന് നമ്മെ നയിക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ മർത്യ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമാകും. സ്വർഗത്തിൽ എന്നേക്കും നാം ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കും. അങ്ങനെയുള്ള നാം പരിശുദ്ധാത്മാവിനാണ് കടപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ ഒരു രീതിയിലും ജഡത്തിന് കടപ്പെട്ടിരിക്കുന്നില്ല. നാം വീണ്ടും ജനിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിക്കാത്തവരെ പോലെ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മൾ ആത്മീയരാണ്. ആത്മീയരാണെങ്കിൽ ഒരിക്കലും ജഡത്തിൻ്റെ പ്രവൃത്തികളെ വളർത്തരുത്, ജഡത്തിൻ്റെ പ്രവൃത്തികളെ താലോലിക്കരുത്. പിന്നെയോ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. നിങ്ങൾ സാധിക്കുമെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൊല്ലണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൊന്നാൽ നിങ്ങൾക്ക് നല്ലത് വരും കേട്ടോ, കൊള്ളാം, അങ്ങനെയുമല്ല. അതൊരു കൽപ്പനയാണ്. നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. മരിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങളായിരിക്കും മരിക്കുക. അതുകൊണ്ട് ജഡം നമ്മെ കൊല്ലാതിരിക്കുവാൻ നാം ജഡത്തെ കൊല്ലണം. ശാരീരിക ശേഷി ഉപയോഗിച്ച് പറ്റില്ല, ബുദ്ധി വൈഭവം കൊണ്ട് പറ്റില്ല, പണം കൊണ്ടോ ആചാരം കൊണ്ടോ കൂദാശ കൊണ്ടോ സ്തോത്ര കാഴ്ച കൊണ്ടോ പറ്റില്ല. ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ ശക്തിയുള്ള ഒരേ ഒരു ആയുധം പരിശുദ്ധാത്മാവാണ്. ആ ആയുധമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരിക്കലും ജഡം കീഴ്പ്പെടുകയില്ല. ജഡം ഒരിക്കലും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അത് ദൈവത്തോട് നിരന്തരം ശത്രുതയിലാണ്.
അങ്ങനെയാണെങ്കിൽ നാം ജഡത്തിൻ്റെ പക്ഷം ചേർന്നാലോ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യാൻ തുടങ്ങിയാലോ, അത് വലിയ വിരോധാഭാസമാണ്. ഉദാഹരണം പറയാം. ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാന് പൈസ കൊടുക്കുകയാണ്. പാകിസ്ഥാനെ ഞങ്ങളെ വന്ന് ആക്രമിക്കണം കേട്ടോ, പൈസ തരാം. അങ്ങനെ പാകിസ്ഥാൻ ആക്രമിക്കുകയാണ്. നമ്മുടെ ശത്രു ജഡം. ജഡം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണ്? നമ്മളെ കൊല്ലുക എന്നുള്ളതാണ്. നമ്മളെ കൊല്ലുവാൻ ശക്തിയുള്ള ആ ജഡത്തിൻ്റെ വാക്ക് കേട്ട് ജഡത്തിൻ്റെ പക്ഷം ചേർന്ന് അവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ശത്രുവിനോട് എതിർത്ത് എന്നെ തോൽപ്പിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണത്. എന്നാൽ അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. ഇങ്ങനൊരു വിരോധാഭാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവത്തിൻ്റെ പൈതൽ, ശിക്ഷാവധിയിൽ നിന്ന് ഇളവ് പ്രാപിച്ച ദൈവ പൈതൽ ഒരു രീതിയിലും ജഡത്തോട് അനുരഞ്ജനത്തിന് പോകരുത്. പിന്നെയോ നിരന്തരം യുദ്ധം പ്രഖ്യാപിക്കണം. പാപത്തിലേക്ക് നയിക്കുന്ന കണ്ണിനോടൊരു യുദ്ധം പ്രഖ്യാപിക്കണം. പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന നാവിനോട് യുദ്ധം പ്രഖ്യാപിക്കണം. ദ്രവ്യാഗ്രഹത്തോട് യുദ്ധം പ്രഖ്യാപിക്കണം. സ്വാർത്ഥതയോട്, ലൈംഗിക അച്ചടക്കമില്ലായ്മയോട് ഒരു യുദ്ധം പ്രഖ്യാപിക്കണം. അമിത ഭക്ഷണത്തോട് ഒരു യുദ്ധം പ്രഖ്യാപിക്കണം. അല്ലാതെ ജയിക്കാൻ സാധിക്കുകയില്ല. ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. പിന്നെ ആർക്കാണ് കടക്കാരാകുന്നത്? പരിശുദ്ധാത്മാവിന്. ജഡത്തിന് നാം ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല. പിന്നെയോ പരിശുദ്ധാത്മാവിന് നാം എല്ലാം കടപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിന് പോലും നാം ജഡത്തിന് കടപ്പെട്ടിരിക്കുന്നില്ല. പക്ഷേ എല്ലാ കാര്യത്തിനും നമ്മൾ പരിശുദ്ധാത്മാവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഒരു വിശ്വാസി ഇപ്പോൾ യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ നിന്ന് ഒരുവൻ ഉറങ്ങുകയോ അലസത കാണിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? ശത്രുക്കൾ വന്ന് അവനെ ആക്രമിക്കും, അവന് മുറിവേൽക്കും, അവൻ വീഴും. ഇതുപോലെ ജഡത്തിനെതിരായുള്ള ഫൈറ്റിംഗ് നാം റെഡ്യൂസ് ചെയ്യുന്നു. ജഡത്തിനെതിരായുള്ള പോരാട്ടം അവസാനിപ്പിച്ച് അലസരായി ഈ യുദ്ധക്കളത്തിൽ നിന്നാൽ ജഡം നമ്മെ മുറിവേൽപ്പിക്കും. അങ്ങനെയാണ് പലരും കോപിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, നുണ പറയുന്നത്, ലജ്ജാകരമായ പാപങ്ങളിൽ വീഴുന്നത്. കാരണം യുദ്ധക്കളത്തിൽ അവർ ഉറങ്ങിപ്പോയി. അത് പാടില്ല. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം ആരാണ് പിടിച്ചെടുക്കുക? ബലാത്കാരികൾ. ബലാത്കാരികൾ എന്ന് പറഞ്ഞാൽ ബലവാന്മാർ. ബലവാന്മാരാണ് സ്വർഗരാജ്യം പിടിച്ചെടുക്കുക. ഈ ബലവാന്മാർ ആരാണ്? പരിശുദ്ധാത്മം നിറഞ്ഞവരാണ്. ഈ ബലാത്കാരികൾ ആരെയാണ് കീഴ്പ്പെടുത്തേണ്ടത്? ജഡത്തെയാണ്. ഭാര്യയെ അല്ല കീഴ്പ്പെടുത്തേണ്ടത്, ഭർത്താവിനെ അല്ല കീഴ്പ്പെടുത്തേണ്ടത്. പിന്നെ ആരെയാണ്? ജഡത്തെയാണ് കീഴ്പ്പെടുത്തുന്നത്. കാരണം ഏറ്റവും വലിയ ശത്രു ജഡമാണ്, പുറമേയുള്ള ഒരു വ്യക്തിയുമല്ല. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യം, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അഥവാ ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു. ബലവാന്മാർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മശക്തി ഉള്ളവരാണ്. ബലവാന്മാർക്ക് മാത്രമേ സ്വർഗരാജ്യം പിടിച്ചെടുക്കാൻ സാധിക്കൂ. ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ഗോലിയാത്തിനെ ദാവീദ് കീഴ്പ്പെടുത്തുന്ന രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. ഗോലിയാത്ത് നിരന്തരമായിട്ട് വെല്ലുവിളിക്കുകയാണ്, എന്നെ ആര് തോൽപ്പിക്കും? ഈ ഗോലിയാത്തിൻ്റെ ഭീകര രൂപം കണ്ടപ്പോൾ എല്ലാ ഇസ്രായേൽ മക്കളും പേടിച്ചു, ശൗലും പേടിച്ചു. വലിയ സൈന്യാധിപന്മാരുണ്ട് ഇസ്രായേൽ ജനതയ്ക്ക്, എല്ലാവരും പേടിച്ചു. അപ്പോഴിതാ ബാലനായ ദാവീദ് വരികയാണ്. ഇസ്രായേൽ ജനത്തിൽ ദാവീദിനേക്കാളും കായിക ശേഷിയുള്ള ധാരാളം പടയാളികളുണ്ട്. ആർക്കും ഗോലിയാത്തിനെതിരെ പോരാടാനുള്ള ധൈര്യമില്ല. പക്ഷേ ബാലനായ ഈ ദാവീദ് ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. എന്താ കാരണം? മറ്റുള്ളവർക്ക് ശാരീരിക ശേഷിയേ ഉള്ളൂ, ദാവീദിനുള്ളത് പരിശുദ്ധാത്മ ശക്തിയാണ്. കാരണം ദാവീദ് അഭിഷിക്തനാണ്.